കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വെച്ച് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് വരുന്നത്. ഇതിൽ അങ്ങനെയല്ല. നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യുക, ബോഡിയിൽ ടോക്സിൻസ് ഉണ്ടോ അത് കളയുക, ബോഡിക്ക് വേണ്ടി ന്യൂട്രീഷൻ കൊടുക്കുക, ടോക്സിൻസ് ഉണ്ടോ കുറയ്ക്കുക. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയാലേ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമായില്ല, ഭക്ഷണം കഴിക്കുകയും ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റിയും കൂടെ വന്നാലേ അതും നമ്മുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. സ്കിന്നിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ നമ്മുടെ ബോഡിയോട് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നത് നമ്മുടെ മസിൽസ് മാത്രമേ ഉള്ളൂ, സ്കെലിറ്റൽ മസിൽസ്. എല്ലാ മസിലും ഇല്ല, ഈ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തേ. അതിനാണ് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി പറയുന്നത്. പിന്നെ മെന്റലി റിലാക്സ് ചെയ്യാനും പഠിപ്പിക്കണം. മെന്റൽ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് സ്ലീപ്പ് ചെയ്ത് നമ്മൾ റിലാക്സ്ഡ് ആവും. നാച്ചുറലി ഇപ്പം സ്ട്രെസ്ഡ് ആയിരിക്കും, ഈ സോറിയാറ്റിക് പേഷ്യൻസ് എല്ലാം സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം അവർ ഫാമിലിയിൽ നിന്ന് പ്രഷർ കാണും. കാരണം ഇപ്പം ഹസ്ബൻഡിന് വന്നു കഴിഞ്ഞാൽ വൈഫിന് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് ഇങ്ങനെ ഈ സ്കിൻ ലീഷൻസ് ഒക്കെ വരുമ്പം നമുക്ക് മനസ്സിലാക്കാം, അവർ ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാകും. അതിന്റെ ഒരു സ്ട്രെസ് ഉണ്ടാകും. ജോലി സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ സ്ട്രെസ് ഉണ്ടാകും. അപ്പം നമ്മൾ ഈ ഫ്ലേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പലരുടെ ഇങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു പേഷ്യന്റ് തന്നെ നോക്കും, ഇത്രയുണ്ട് ഡോക്ടറെ, ഇന്ന് രാവിലെ എന്റെ ഫ്ലേക്കിംഗ് ഒരു കൈ പിടിക്കാൻ മാത്രമാണ് ബെഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അത്ര സിവിയർ ആയിട്ടൊക്കെ ഉണ്ടാകും. അപ്പം അവർക്കത് ജോലിക്ക് പോകുന്നിടത്ത് ഇപ്പം ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഫേസ് അപ്പം ഫുൾ സ്ലീവ് ഷർട്ടും മാക്സിമം കവർ ചെയ്തൊക്കെയാണ് പലരും മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സ്ട്രെസ് ഉണ്ടാകും. പുറത്തുനിന്നുള്ള സ്ട്രെസ് ഉണ്ടാകും, ഫാമിലി മെമ്പേഴ്സിന്റെ സ്ട്രെസ് ഉണ്ടാകും. ഇതെല്ലാം കൂടെ കൂട്ടി വീണ്ടും നമ്മളുടെ സ്ട്രെസ് കൂടുന്നു, അസുഖം കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ആ ഇതിൽ നിന്ന് മാറി നമ്മളുടെ അസുഖം മാറും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു കഴിയുമ്പോഴാണ് ഇവരെല്ലാവരും